അങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്, നമ്മളൊന്ന് ചിന്തിക്കും, അല്ല വേറൊന്ന് വിധിക്കും. ചിലപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിക്കും, ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് മീഡിയാസിനെയും ഇതെല്ലാം വെച്ചൊരു പ്രസ് മീറ്റ് വിളിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ. അപ്പോൾ ഒരിക്കലും വിചാരിച്ചല്ല ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പെട്ടെന്ന് ഒയ്യേണ്ട വരുമെന്നൊന്നും. നമ്മൾ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് എല്ലാ രീതിയിലും വിത്ത് സോളിഡ് പ്രൂഫ്സ് നമ്മൾ മുമ്പോട്ടേക്ക് പോകും. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് ഒളിവിലായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി റെൻറ്റിനെടുത്തിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി, ജാസിയും അമ്മു ഇവരൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഓൻ ക്യാമറ മുമ്പിൽ വരില്ല. അപ്പോൾ ഓനെയും കൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി ഇപ്പോൾ റെൻറ്റിനെടുത്തിട്ട് സാധനങ്ങൾ എടുക്കാൻ വന്നിട്ടാണ് ഉള്ളത്. സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വീട്ടിൻ്റെ അകത്ത് കുറച്ച് ഉള്ള സാധനങ്ങളുണ്ട്. അതായത് അന്ന് DGP ഓർഡർ ഇട്ടല്ലോ, ഈ DGP ഓർഡർ ഇട്ട സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ള സാധനങ്ങളും കൊണ്ട് ഓർഡർ ചെയ്തത്. ഞാൻ ഇത് PCL എടുത്ത് ഞാൻ ഓടിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഈ ചളിയിലൂടെ ഞാൻ ഓർഡർ ചെയ്ത് DGP ഓർഡർ ഇട്ട് ഈ പറഞ്ഞ പോലെ സീനായി, നമ്മൾ പേടിച്ച് പാനിക് അറ്റാക്കായി. അങ്ങനെ ആയിട്ട് ഉള്ള സാധനങ്ങളും കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങളും എടുത്തിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തത്, മനസ്സിലായോ? എൻ്റെ PC ഇത് കൊടുത്തിട്ട് ഞാനിങ്ങനെ മറ്റേ ബോക്സിലിട്ട് PC എടുത്ത് മമ്മ ഒരു മോണിറ്റർ എടുത്ത് ഇങ്ങനെല്ലാക്കി നമ്മൾ ഓടി പോയി. അപ്പോൾ ഇവിടെ കുറച്ച് ഗെയിമിങ് ചെയറും പിന്നെന്താ എൻ്റെ കുറച്ച് 1-2 ഡ്രസ്സും പരിപാടികളും ഇങ്ങനത്തെ അല്ലറ ചില്ലറ ലൈറ്റും അതൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ട്. കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3 കാര്യങ്ങൾക്കായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു അഡ്വക്കേറ്റിനെ കാണണം. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഒരു അഡ്വക്കേറ്റിനെ ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു അഡ്വക്കേറ്റിനെ കാണണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വൈഫൈ കണക്ഷൻ 1 വർഷത്തേക്ക് എന്തോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് ബാക്കി കിട്ടാവുന്ന പൈസ എന്താണെന്ന് വെച്ചാൽ വാങ്ങിയെടുക്കണം. പിന്നെ വാടകൻ്റെയും ബാക്കി എന്തെങ്കിലും ഇവിടെ താമസിച്ച് ഇത്രയല്ലേ താമസിച്ചുള്ളൂ നമ്മൾ, അപ്പോൾ അതിൻ്റെയും എന്തെങ്കിലും ബാക്കി വാങ്ങണം. ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ് ഈ വീട് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ ഞാൻ 1 വർഷത്തേക്കാണ് ഇവിടെ ഈ വൈഫൈ എടുത്തത്. അതിൻ്റെ വലിയ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ 1-2 ദിവസമായിരിക്കും, അല്ല 1-2 ആഴ്ച ആയിരിക്കും നമ്മളിവിടെ നിൽക്കാന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇവിടെ 1 വർഷത്തോളം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി അതിൻ്റെ പൈസ മൊത്തം 1 വർഷത്തേക്കാണ് ഇത് എടുത്തത്, മനസ്സിലായോ? പിന്നെ ഞാൻ ഇവിടുത്തെ ചേച്ചി ഉണ്ടല്ലോ, ഇവിടുത്തെ വീട്ടിലെ ചേച്ചി ഉണ്ടല്ലോ, അപ്പോൾ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, രഹസ്യമായിട്ട് ഞാൻ ചോദിച്ചു ആരെയും വന്നോ. ചേച്ചി പറഞ്ഞു വെച്ചാൽ ആരും വന്നിട്ടില്ല, പോലീസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ജസ്റ്റ് വെറുതെ പാനിക്കായിട്ട് ഓടിയതാണ് കേട്ടോ. അതിപ്പോൾ മനസ്സിലായിരുന്നു. പക്ഷേ ആ പേടിയിൽ ഈ പറഞ്ഞ പോലെ മൊബൈൽ നോക്കുമ്പോൾ ന്യൂസ് നോക്കുമ്പോൾ എല്ലാം ഇത് കണ്ട് പേടിച്ച് അങ്ങനെ ഓടിപ്പോയതാണ്. ശരിക്കും അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷേ ആ സമയത്ത് പേടിയിൽ അത് പറ്റിപ്പോയതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൗസ് ഓണറിനെ കണ്ടിട്ട് ബാക്കി കിട്ടാവുന്നത് വാങ്ങണം. പിന്നെ വക്കീലിൻ്റെ അടുത്ത് ക്യാമറ കൊണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും, കാരണം ഡ്രൈവ് ചെയ്ത് വന്നതായിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഒരിക്കലും ചിന്തിച്ചില്ല ഗൈസ് ഈ വീട് എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒയ്യേണ്ട വരും, 1 മാസം പോലും തയ്ച്ച് നിൽക്കാൻ പറ്റൂല എന്നൊന്നും ചിന്തിച്ചിട്ടില്ല, മനസ്സിലായോ? അങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്, നമ്മളൊന്ന് ചിന്തിക്കും, അല്ല വേറൊന്ന് വിധിക്കും. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ നായ്ക്കുട്ടിയുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ. റാംബി കമോൺ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. പാവ അതിന് എത്രയായി കണ്ടിട്ട് അറിയോ? അയ്യോ, Did you miss me, baby? Did you miss me? Did you miss me, baby? Did you miss me? Yeah, you did, brother. Hello, Umma. Okay. കുഴപ്പമില്ല, വെള്ളച്ചേട്ടൻ ചേറായിക്കോട്ടെ ഉമ്മ. ഓക്കെ, കുഴപ്പമില്ല, മതി, ചാടിയത് മതി, ഞാൻ പോവേന്ന്. അപ്പോൾ ഗൈസ് നിൽക്ക്
അപ്പോൾ ഗൈസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു എടാ നിന്നെ വിട്ട് പോവാടാ, നിന്നെ വിട്ട് പോവാ, വേറെ വയ്യില്ല, മനസ്സിലായി. എത്ര അൽഫാം ഞാൻ കൊടുത്തതെന്നറിയോ? അൽഫാമല്ല, അൽഫാമിൻ്റെ ഇത്. വെള്ള ഷർട്ടെല്ലാം ചേറായി, കുഴപ്പമില്ല. നിന്നെ വിട്ട് പോവാ, മനസ്സിലായോ? പോവാ, ബാ 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 ബാ. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ കുറേ അൽഫാം ഇതെല്ലാം മേടിച്ചു കൊടുത്തതാ. നമ്മൾ തിന്നതിൻ്റെ അല്ല, അങ്ങനെയല്ല പറഞ്ഞ പോലെ. അപ്പോൾ ഒരിക്കലും ഈ വീട് എടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചല്ല ഇവിടുന്ന് ഇങ്ങനെ ഒഴിഞ്ഞ് പോകേണ്ട വരും എന്നുള്ളത്. അപ്പോൾ ഒരാശോ അല്ല, എൻ്റെ ടീഷർട്ടെല്ലാം നോക്കിയ ഗൈസ്, എൻ്റെ ടീഷർട്ടെല്ലാം ആക്കിയിട്ട് നോക്കിയേ, പുതിയ വൈറ്റ് ടീഷർട്ടിൻ്റെ അവസ്ഥ നോക്കിയേ. ഓക്കെ, അപ്പോൾ ഒരിക്കലും വിചാരിച്ചല്ല ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പെട്ടെന്ന് ഒയ്യേണ്ട വരുമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ലൈഫാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അഡ്വക്കേറ്റിനെ കാണണം, അഡ്വക്കേറ്റായിട്ട് സംസാരിച്ചിട്ട് കേസിൻ്റെ കാര്യങ്ങളിലെല്ലാം ഇതെന്താണെന്നുള്ള മൊത്തം അറിയണം. അപ്പോൾ അത് ചെയ്യാനുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ മൂപ്പര് പറഞ്ഞു വെച്ചാൽ നമുക്കൊരു പ്രസ് മീറ്റ് വിളിക്കുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട്. മീഡിയാസിനെയും ഇതെല്ലാം വെച്ചൊരു പ്രസ് മീറ്റ് വിളിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ വാടക ഇതാക്കണം, വൈഫൈൻ്റെ പരിപാടി, വീടുള്ള സാധനങ്ങൾ എടുത്തിട്ട് പോവുക. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പറ്റുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉറങ്ങിയിട്ടില്ല. വീട് എനിക്ക് എന്തായാലും സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഞാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് പോകാൻ നോക്കട്ടെ. ഇതിൻ്റെ അകം ഞാൻ കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ അകം ഈ പറഞ്ഞ പോലെ നമ്മൾ അന്നത്തെ പേടി അല്ലെങ്കിൽ അന്ന് നമുക്കുണ്ടായ അനുഭവം ഈ വീടിൻ്റെ അകം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും, മനസ്സിലായോ? കാരണം ഈ വീടിൻ്റെ അകവും കോലവും കണ്ട നമ്മൾ എന്ത് ബേജാറിലാന്ന് ഇറങ്ങി ഓടിയതെന്നുള്ളത് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം വീട്. താക്കോല് കാണുന്നില്ല ഗൈസ്, താക്കോല് കാണുന്നില്ല. അയ്യോ, താക്കോല് കാണണ്ടായിന്ന് തോന്നുന്നേ. ഇപ്പുറത്തെ ചേച്ചിനോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ, ചേച്ചി ക്യാമറ വലിയ വരുമോയെന്നറിയില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചേച്ചീനെ കാണിച്ചിട്ട്, അല്ല ചേച്ചീനോട് താക്കോലുണ്ടോ എന്ന് ചോദിച്ചിട്ട് താക്കോലുണ്ടെങ്കിൽ വാങ്ങി ഞാൻ തുറക്കാം, എന്നിട്ട് ഞാൻ വരാം ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ താക്കോല് കിട്ടി. ഇവിടെ എല്ലാവരും നമുക്ക് ഫുഡ് കൊണ്ടു തരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി